പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് സത്യവുമാണ്. കാരണം നിലവിൽ കേരളത്തിൽ BJPയുമായി എല്ലാ രീതിയിലും സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്നത് പിണറായി വിജയനും CPIM-ഉം തന്നെയാണ്. അതിനുവേണ്ടി സഖ്യകക്ഷികളെ വലിയ തോതിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് ഇട്ടുകൊടുക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതുമാണ്. എങ്ങനെയാണ് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ഒക്കെ CPIയെ തകർക്കാൻ BJPക്ക് വലിയ തോതിലുള്ള സഹായം ചെയ്തു കൊടുക്കാൻ CPIM ശ്രമിച്ചത് എന്നുള്ളത്. CPIM സ്ഥാനാർത്ഥികളല്ലല്ലോ ലോക്സഭയിൽ 4 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ വലിയ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് BJPക്ക് കൊടുക്കുക. വയനാട്ടിലായിരുന്നാലും പ്രിയങ്കയെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താൻ പറ്റുമോ, നടന്നില്ലെങ്കിലും ഭൂരിപക്ഷമെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ, ഇതൊക്കെ ആയിരുന്നു CPIM-ൻ്റെ റിസർച്ച്. അത് കാരണമാണ് അവിടുത്തെ എതിർ സ്ഥാനാർത്ഥി സത്യൻ മൊകേരിക്ക് വലിയ നഷ്ടമുണ്ടായത്.